Hear the whispers of the wetlands where ancient knowledge flows. In every flight, a story of harmony and heritage. കേരളത്തിൽ 2018 സംഭവിച്ച പ്രളയം നമ്മെ ഒട്ടേറെ പാഠങ്ങൾ പഠിപ്പിച്ചു. തണ്ണീർത്തടങ്ങളുടെ പ്രാധാന്യം ഇവയിൽ ഒന്നാണ്. നദികളുടെ പുഴത്തടമായി പ്രവർത്തിക്കുന്ന ഇവ അമിത ജലസംഭരണികളാണ്. വൻകരയെ പ്രളയത്തിൽ നിന്നും സംരക്ഷിക്കുന്ന ഭൂമിയുടെ രക്ഷാകവചമാണിവ. കാലാകാലങ്ങളായി മനുഷ്യൻ ഭയത്തോടെയും വെറുപ്പോടെയും സമീപിക്കപ്പെടുന്ന ഒരു പ്രദേശമാണ് തണ്ണീർത്തടങ്ങൾ. നമ്മുടെ വികസന ആവശ്യങ്ങൾക്ക് വേണ്ടി കൃഷി, വ്യവസായം, നഗരവൽക്കരണം, വിനോദം എന്നിവയ്ക്കായി നിരന്തരം നികത്തപ്പെടുന്ന ഒരു അമൂല്യ നിധിയാണ് ഈ ജലസ്രോതസ്. ഭൂമിയിൽ ജീവനെ നിലനിർത്തുന്ന കണ്ണികളായ പക്ഷികൾ, മത്സ്യങ്ങൾ, ഉരഗങ്ങൾ, സസ്തനികൾ എന്നിവയുടെ ജന്മഗൃഹമാണ് തണ്ണീർത്തടങ്ങൾ. മാത്രമോ, മനുഷ്യന്റെ ജീവസന്ധാരണ മാർഗങ്ങളിൽ പലതും തണ്ണീർത്തടവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സ്വാഭാവികമോ കൃത്രിമമോ ആയ, സ്ഥായിയോ താൽക്കാലികമോ ആയ, നിശ്ചലമോ ഒഴുകുന്നതോ ആയ, ഉപ്പ് കലർന്നതോ ശുദ്ധമായതോ ആയ ചതുപ്പ് പ്രദേശത്തെയാണ് തണ്ണീർത്തടം എന്ന് പറയുന്നത്. കടലുമായി ബന്ധപ്പെടുന്ന ചില പ്രദേശങ്ങളിൽ വേലിയിറക്കം 6 മീറ്ററിൽ കൂടുകയില്ല. റാംസാർ ഉടമ്പടി എന്നറിയപ്പെടുന്ന അന്താരാഷ്ട്ര തണ്ണീർത്തട കരാറിൽ സർക്കാരുകൾ തമ്മിൽ ഉണ്ടാകേണ്ടുന്ന രാഷ്ട്രതല പ്രവർത്തന പദ്ധതിക്കും അന്താരാഷ്ട്ര സഹകരണത്തിനുമുള്ള രൂപരേഖ വിശദമായി ചർച്ച ചെയ്യപ്പെടുന്നു. 170 രാജ്യങ്ങളിലായി 2341 തണ്ണീർത്തടങ്ങൾ അന്താരാഷ്ട്ര പ്രാധാന്യമുള്ളവയായി ഈ ഉടമ്പടിയിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയിലെ 27 തണ്ണീർത്തടങ്ങളിൽ കേരളത്തിലെ അഷ്ടമുടി, ശാസ്താംകോട്ട, വേമ്പനാട് എന്നിവ ഉൾപ്പെട്ടിരിക്കുന്നു. അപൂർവങ്ങളായ ജൈവ വൈവിധ്യം കൊണ്ടും പാരിസ്ഥിതിക സേവനങ്ങൾ കാരണവും സമ്പന്നമാണ് ഈ 23,023 ഹെക്ടർ വിസ്തൃതിയിൽ പടർന്നു കിടക്കുന്ന തണ്ണീർത്തടങ്ങൾ. സമ്മർദ്ദം നിറഞ്ഞ ആധുനിക ജീവിതത്തിനിടയിൽ വിശാലമായ ഈ ജലഭൂമികൾ വിവരിക്കാനാവാത്ത ഉല്ലാസവും സമാധാനവും നമുക്ക് പ്രദാനം ചെയ്യുന്നു.